ഹലോ, നമ്മളിപ്പോൾ ഫിഫ്ത്ത് ചാപ്റ്ററിലെത്തിയിരിക്കുകയാണ്. ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ പേരാണ് ദോസ്ത് കി പോഷാക്ക്. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്, പോഷാക്ക് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളാണ്. ഫ്രണ്ടിൻ്റെ വസ്ത്രം, അതാണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ. അപ്പോൾ സ്റ്റോറിയിൽ എന്താ പറയുന്നത് നോക്കണ്ടേ? നോക്കാം. एक बार नसरुद्दीन अपने बहुत पुराने दोस्त जमाल साहब से मिले. നസ്രുദ്ദീൻ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് നസ്രുദ്ദീൻ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നസ്രുദ്ദീൻ അപ്നെ ബഹുത് പുരാനെ ദോസ്ത്, വളരെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. സുഹൃത്തിൻ്റെ പേരാണ് ജമാൽ സാഹബ്. രണ്ട് ഫ്രണ്ട്സാണ് നസ്രുദ്ദീൻ, ജമാൽ സാഹബ്. अपने पुराने दोस्त से मिलकर वे बड़े खुश हुए. പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോൾ നസ്രുദ്ദീൻ വളരെ ഹാപ്പിയായി. കുച്ച് ദേർ ഖപ്ഷപ്പ് കർനെ കെ ബാദ് ഉन्होंने कहा. ഖപ്ഷപ്പ് എന്ന് പറഞ്ഞാൽ തമ്മിൽ സംസാരിച്ചിരിക്കുക. അവർ മുമ്പ് ഏതോ കാലത്ത് കണ്ടതല്ലേ, അപ്പോൾ ചെറുപ്പകാലത്തെ കാര്യങ്ങളും പിന്നെ നടന്ന കാര്യങ്ങളും ഒക്കെ അങ്ങനെ തമ്മിൽ സംസാരിച്ചിരിക്കുക. അതിനാണ് ഖപ്ഷപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നസ്രുദ്ദീൻ ജമാൽ സാഹിബിനോട് പറഞ്ഞു, ചലോ ദോസ്ത് മൊഹല്ലെ മേ ഘൂമായേ. വരൂ സുഹൃത്തെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് വരാം. മൊഹല്ലെ എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു സ്ട്രീറ്റും അതിന് ചുറ്റുമുള്ള വീടുകളും അങ്ങനെ എല്ലാം കൂടിയ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ മൊഹല്ലെ എന്ന് പറയുന്നത്. ജമാൽ സാഹിബിനെ ജാനെ സെ മനാ കർ ദിയ ഓർ കഹ. എന്നാൽ ജമാൽ സാഹിബ് പറഞ്ഞു, അയ്യോ ഞാൻ വരുന്നില്ല. അപ്നി ഇസ് മാമൂലി സി പോഷാക്ക് മേ ലോഗോൻ സെ നഹീ മിൽ സക്താ. ഈ ഒരു ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സാണ്, ഇത് ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ ആൾക്കാരുടെ അടുത്തേക്ക് വരിക? നസ്രുദ്ദീനെ കഹ ബസ് ഇത്നി സി ബാത്. നസ്രുദ്ദീൻ അപ്പം ചോദിക്കുക, ഓ ഇത്രയേ ഉള്ളൂ കാര്യം, ഒന്നും പേടിക്കണ്ട. നസ്രുദ്ദീൻ തുരന്ത് ഉൻകെ ലിയെ അപ്നി ഏക് ബഡ്കീലി അച്കൻ നിക്കാൽ കർ ലായേ. അപ്പോൾ നസ്രുദ്ദീൻ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള ഏറ്റവും നല്ലൊരു അച്കൻ എടുത്തിട്ട് വന്നു. അച്കൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ലോങ് ആയിട്ടുള്ളൊരു കോട്ടാണ്. കഴിഞ്ഞ ചാപ്റ്ററിലും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു അല്ലേ? എന്നിട്ട് പറഞ്ഞു, ഇസ്മേ തും ഖൂബ് അച്ഛേ ലഗോഗെ സബ് ദേഖ്തേ രഹ് ജായേംഗെ. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എല്ലാവരും നിന്നെ തന്നെയായിരിക്കും നോക്കുന്നത്. ഭണ്ടക്കർ ദോനോ ഘൂംനെ നികലെ. രണ്ടുപേരും കൂടി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് കറങ്ങാൻ വേണ്ടി മൊഹല്ലയിലേക്ക് ഇറങ്ങി. ദോസ്ത് കോ ലേക്കർ നസ്രുദ്ദീൻ പടോസി കെ ഘർ ഗയേ. ദോസ്തിനെ കൂട്ടിയിട്ട് നസ്രുദ്ദീൻ എങ്ങോട്ടാ പോയത്? പടോസി കെ ഘർ, അതായത് പടോസി എന്ന് പറഞ്ഞാൽ നെയ്ബർ. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു നെയ്ബറിൻ്റെ വീട്ടിലേക്ക് പോയി. നസ്രുദ്ദീൻ ने पड़ोसी से कहा, ये मेरा खास दोस्त जमाल साहब. നസ്രുദ്ദീൻ എന്നിട്ട് ജമാൽ സാഹിബിനെ പടോസിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? ഇതെൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്, ജമാൽ സാഹിബ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആജ് കൈ സാലോം ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി ഹേ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത്. വൈസെ ജോ അച്കൻ ഇന്നോനെ പെഹൻ രഖി ഹേ വോ മേരി ഹേ. ദോസ്തിൻ്റെ പേരും അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നസ്രുദ്ദീൻ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതെൻ്റെ ഫ്രണ്ടാണ്, പക്ഷെ ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ അച്കനില്ലേ, ഇത് എൻ്റെതാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഫ്രണ്ടിന് ആകെ നാണക്കേടായി കാണും അല്ലേ? യേ സുൻകർ ജമാൽ സാഹിബ് പർ തോ മാനോ ഘടോ പാനി പട് ഗയാ. ഇത് കേട്ടപ്പോൾ ജമാൽ സാഹിബിന് പെട്ടെന്ന് ഭയങ്കര നാണക്കേടായി. ഘടവും പാനി പടുകയ. ഒരു വഴിയിൽ നിന്ന് കുറേ ആൾക്കാർ തലയിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച പോലെ തോന്നി. അതായത് വെള്ളം ഒഴിച്ചു എന്നല്ല, ഭയങ്കര നാണക്കേടായി, ഭയങ്കര ഒരു ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ബാഹർ നിഹൽത്തേ ഹി മുഹ് ബനാക്കർ ഉന്നോനെ നസ്രുദ്ദീൻ സെ കഹ. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ തന്നെ അയാൾ ഭയങ്കര വിഷമത്തോടെ നസ്രുദ്ദീനോട് പറഞ്ഞു, തുമാരി കേസേ അക്കൽ ഹേ, നിനക്കൊരു ബുദ്ധിയില്ലേ? ക്യാ യേ ബത്താന ജറൂരി താ കി യേ അച്കൻ തുമാരി ഹേ. നിനക്കിപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഒരു അച്കൻ, ഞാൻ ഇട്ടിരിക്കുന്ന അച്കൻ നിൻ്റെ ആണെന്ന് അവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? തുമാര പടോസി സോച്ച് രഹാ ഹോഗാ കി മേരെ പാസ് അപ്നെ കപ്പടെ ഹി നഹീ.
നിന്റെ പടോസി വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എനിക്കൊരു ഡ്രസ്സ് പോലും ഇല്ല എന്ന്. അങ്ങനെ ഭയങ്കര വിഷമത്തോടെ ജമാൽ സാഹിബ് പറഞ്ഞു. നസ്രുദ്ദീനെ മാഫി മാങ്തേ ഹുയെ കഹാ. നസ്രുദ്ദീൻ പറഞ്ഞു, അയ്യോ സോറി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗൽത്തി ഹോ ഗയി, അബ് ഏസാ നെയ് കഹൂങ്ക. എന്നോട് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇനി ഇങ്ങനെ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇനി ആരോടും ഇങ്ങനത്തെ ഒരു കാര്യം പറയില്ല എന്ന് പറഞ്ഞു. അബ് നസ്രുദ്ദീൻ ഉന്നെ ഹുസൈൻ സാഹിബ് സെ മിൽവാനെ ലേ ഗയേ. അതിനുശേഷം നസ്രുദ്ദീൻ അവൻ്റെ ഫ്രണ്ടിനെ ഹുസൈൻ സാഹബിൻ്റെ അടുത്തേക്ക് കാണിക്കാൻ കൊണ്ടുപോയി. ഹുസൈൻ സാഹബിനെ ഗർമജോഷി സെ ഉൻകാ സ്വാഗത് സത്കാർ കിയാ. അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നസ്രുദ്ദീൻ്റെ ഫ്രണ്ടിനെയും വീട്ടിലേക്ക് സൽക്കരിച്ചിരുത്തി. ജബ് ജമാൽ സാഹബ് के बारे में पूछा तो नसरुद्दीन ने कहा, जमाल साहब मेरे पुराने दोस्त हैं और उन्होंने जो अचकन पहनी है वह इनकी अपनी ही है. ഈ പ്രാവശ്യം എന്താ നസ്രുദ്ദീൻ പറഞ്ഞത്? നസ്രുദ്ദീനോട് ജമാൽ സാഹബിനെ പറ്റി ചോദിച്ചു ഹുസൈൻ സാഹബ്. അപ്പോൾ പറയാ, ജമാൽ സാഹബ് എൻ്റെ വളരെ പഴയൊരു ദോസ്താണ്, പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഉണ്ടല്ലോ, ഇത് ഇദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഹുസൈൻ സാഹബിന് മനസ്സിലായിട്ടുണ്ടാവും ഇതിലെന്തോ കാര്യമുണ്ട്, ഇത് ഇയാളുടെ തന്നെയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ജമാൽ സാഹബ് ഫിർ നാരാജ് ഹോ ഗയേ. ഇത് കേട്ടപ്പോൾ ജമാൽ സാഹബിന് പിന്നെയും വിഷമായി. ബാഹർ ആക്കർ പോലെ, പുറത്ത് വന്നപ്പോൾ പിന്നെയും നസ്രുദ്ദീനോട് പറഞ്ഞു, ജൂട്ട് ബോൽനേക്കോ കിസ്നെ കഹാ തുംസെ. കള്ളം പറയാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ക്യോ നസ്രുദ്ദീനെ കഹാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നസ്രുദ്ദീൻ ആകെ വിഷമായി. തുമ്നെ ജേസാ ചാഹാ മെനെ വൈസാ ഹി കഹാ. നീ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പോഷാക്കി ബാത് കഹേ ബിനാ കാം നെയ് ചൽത്താ ക്യാ. നീ വസ്ത്രത്തിനെ പറ്റി എന്തിനാ അവിടെ പോയി പറയാൻ പോയത്? അത് പറയാണ്ടിരുന്നൂടായിരുന്നോ? അത് പറയാതെ കാര്യം നടക്കില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഉൻകെ ബാരേമേ ന കഹനായി അച്ഛാ ഹേ. അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. ജമാൽ സാഹബിനെ സംജായ. ജമാൽ സാഹബ് നസ്രുദ്ദീനോട് പറഞ്ഞു, നീ തൽക്കാലം അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാതിരുന്നാൽ മതി. ജമാൽ സാഹബ് കോ ലേക്കർ നസ്രുദ്ദീൻ ആകെ ബഡേ. നസ്രുദ്ദീൻ ജമാൽ സാഹബിനെയും കൂട്ടി കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. തബി ഏക് അന്യ പടോസി മിൽ ഗയേ. അപ്പോൾ അവർക്ക് വേറൊരു പടോസിനെ കണ്ടു, വേറൊരു നൈബറിനെ കണ്ടു. नसरुद्दीन ने जमाल साहब का परिचय उससे करवाया. मैं आपका परिचय अपने पुराने दोस्त से करवा दूँ. നസറുദ്ദീൻ നൈബറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടോ, ഇതെൻ്റെ പഴയ ഫ്രണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ये है जमाल साहब और इन्होंने जो अचकन पहनी है उसके बारे में मैं चुप ही रहूँ तो अच्छा है. ഇപ്രാവശ്യം എന്താ നസ്രുദ്ദീൻ പറഞ്ഞത്? ഇതെൻ്റെ പുരാന ദോസ്താണ്, ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ അച്കൻ ഉണ്ടല്ലോ, അതിനെപ്പറ്റി തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും മിണ്ടുന്നില്ല, അതാണ് നല്ലത്. നല്ല ഫണ്ണി സ്റ്റോറിയാണല്ലേ. എന്തായിരുന്നു സംഭവിച്ചത്? നസ്രുദ്ദീൻ അവരുടെ ഒരു പഴയ ദോസ്തിനെ കണ്ടു ഭയങ്കര ഹാപ്പി ആയിട്ട് തൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടി അവരെയും കൂട്ടിയിട്ട് പോയി. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ നസ്രുദ്ദീൻ്റെ തന്നെ ഒരു നല്ലൊരു അച്കൻ എടുത്തിട്ട് ഫ്രണ്ടിന് കൊടുത്തു. എന്നിട്ട് അവർ ആദ്യം തന്നെ പോയ വീട്ടിൽ നസ്രുദ്ദീൻ എങ്ങനെയാണ് ദോസ്തിനെ പരിചയപ്പെടുത്തി കൊടുത്തത്? ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ അച്കൻ അതെൻ്റേതാണ് എന്ന്. അപ്പോൾ ദോസ്തിന് നാണക്കേടായിപ്പോയി. എന്നിട്ടോ ദോസ്ത് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അപ്പോൾ അവർ വിചാരിക്കില്ലേ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലയെന്ന്. ഓ അങ്ങനെയാണോ എന്ന് കരുതി നസ്രുദ്ദീൻ എന്ത് ചെയ്തു, അടുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇതെൻ്റെ പഴയ ദോസ്താണ്, പക്ഷേ ഇട്ടിരിക്കുന്ന അച്കൻ ഉണ്ടല്ലോ ഇത് ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടിന് പിന്നെയും വിഷമായി. നീ എന്തിനാ ഈ ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നത്? നീ ദോസ്തിനെ പറ്റി പറഞ്ഞാൽ പോരെ, നീ ഇതിനാ അത് പറയാൻ പോകുന്നത് എന്തിനാ? ഈ ഡ്രസ്സിൻ്റെ കാര്യം ഒരു സ്ഥലത്ത് ഇനി പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഫ്രണ്ടിനെ കണ്ടപ്പോൾ നസ്രുദ്ദീൻ എന്താ പറഞ്ഞത്? ഇതെൻ്റെ പഴയ ദോസ്താണ്, പക്ഷേ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന അച്കനില്ലേ ഇതിനെപ്പറ്റി ഞാൻ ഒന്നും പറയില്ല, അതാണ് നല്ലത്. ഫണ്ണി സ്റ്റോറിയാണല്ലേ. ദോസ്ത് കാ പോഷാക്. ഈ ചാപ്റ്ററിൽ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട്
നസ്രുദ്ദീൻ കാ നിഷാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയും കൂടി കൊടുത്തിട്ടുണ്ട്. നസ്രുദ്ദീൻ്റെ സ്റ്റോറീസൊക്കെ ഭയങ്കര ഫണ്ണിയാണല്ലേ. നസ്രുദ്ദീൻ്റെ ഒരു കുഞ്ഞു സ്റ്റോറി കൂടിയുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നസ്രുദ്ദീൻ കാ നിഷാന. നിഷാന എന്ന് പറഞ്ഞാൽ എയിം. നമ്മൾ അമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാറില്ലേ, ഒരു സർക്കിളിൽ കുറേ കളറുകളൊക്കെ ഉള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ എയിം വെച്ചിട്ട് ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എയിം വെച്ചിട്ട് അവിടേക്ക് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു എയിമിനാണ് നിഷാന എന്ന് പറയുന്നത്. एक दिन नसरुद्दीन अपने दोस्त के साथ बैठे बतिया रहे थे. നസ്രുദ്ദീൻ ഒരു ദിവസം അയാളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാത് ഹി ബാത് മേ ഉന്നോനെ ഗപ്പ് മാർന ശുരു കർ ദിയ. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയാൻ തുടങ്ങി. എന്താ പൊങ്ങച്ചം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്നത്തെ കാലത്ത് അതിനെ തള്ളു പറയുക, കുറേ തള്ളു സ്റ്റോറീസ് പറയുക എന്നൊക്കെയാണ് പറയുക. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ, ചുമ്മാ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ബഡായി പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീരന്ദാജി മേ മേരാ മുക്കാബ്ല കോയി നെഹി കർ സക്താ. അയാൾ പറഞ്ഞത് എന്താ? തീരന്ദാസി. തീരന്ദാസി എന്ന് പറഞ്ഞാൽ അമ്പ ചെയ്യുന്നതിനാണ് തീരന്ദാസി എന്ന് പറയുന്നത്. അമ്പ ചെയ്യാൻ എന്നെ കഴിഞ്ഞിട്ടേ ഒരാളുള്ളൂ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ ബഡായി പറയുന്നത്? मैं धनुष कसता हूँ, निशाना साधता हूँ और तीर छोड़ता हूँ. शू, तीर सीधे निशाने पर लगता है. അപ്പോൾ പറയാ, ഞാൻ വില്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അമ്പെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നേരെ എൻ്റെ എയിം നോക്കി ഒറ്റ വിടലാണ്. ഷൂ, അവിടെ പോയി എൻ്റെ അമ്പും നേരെ പോയിട്ട് ആ ഒരു അടയാളത്തിൽ തുളച്ച് കയറുമെന്ന് പറയാം. ചുമ്മാ പറയാണ്. നസ്രുദ്ദീന് അമ്പ ചെയ്യാൻ പോലും അറിയുമെന്നുള്ള കാര്യം സംശയമാണ്. എന്നാലും പറയുന്നതിന് ഒരു കുറവുമില്ല. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ബഡായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദോസ്തോക്കോ വിശ്വാസ് നെയ് ഹുവാ. അവരുടെ ദോസ്തിനൊന്നും ഇതൊരിക്കലും വിശ്വസിക്കാനേ പറ്റിയില്ല. അവർക്ക് അപ്പോഴേ മനസ്സിലായി ഇത് വെറുതെ കളതരം പറയുകയാണെന്ന്. ഉന്നോനെ നസ്രുദ്ദീൻ കി പരീക്ഷ ലേനെ കാ ഫൈസല കിയാ. അവരെന്ത് ചെയ്തു? ഓ, ഇങ്ങനെയൊക്കെ തള്ളുന്ന ആളല്ലേ, ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കണം, ഇയാളെ ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. एक दोस्त भाग भाग गया और तीर धनुष खरीद कर ले आया. അപ്പം തന്നെ അതിനകത്തുള്ള ഒരു ഫ്രണ്ട് ഓടി ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു അമ്പും വില്ലും വാങ്ങിയിട്ട് വന്നു. നസ്രുദ്ദീൻ को धमाते हुए उसने कहा, ये लो तीर धनुष और अब साधो अपना निशाना उस लक्ष्य पर. എന്നിട്ട് പറഞ്ഞു, ഇന്ന പിടിച്ചോ അമ്പും വില്ലും, അവിടെ ഞങ്ങൾ എയിമും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ ഇനി കറക്റ്റായിട്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ അമ്പ ചെയ്ത് വിടും, ഞങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ദേഖ്തേ ഹേ കി തും സച്ച് ബോൾ രേ കി യാ ജൂട്ട്. നീ ശരിയാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, അതോ കള്ളമാണോ പറയുന്നതെന്ന് നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു. നസ്രുദ്ദീൻ ഫസ് ഗയ. നസ്രുദ്ദീൻ ഇത് വല്ലതും അറിയോ? അപ്പോൾ ആകെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. ഉന്നോനെ ധനുഷ് അപ്നെ ഹാത്ത് മേ ഉഠായ ഓർ കീച്ചി നിശാന സാദ ഓർ ചോട് ദിയ തീർ കോ. അപ്പോൾ വില്ല് കയ്യിലെടുത്തിട്ട് അമ്പൊക്കെ എടുത്തിട്ട് ഇത് ഞാൻ പിടിച്ച് വലിച്ചിട്ട് എയിമിലേക്ക് നോക്കി ഒറ്റ വിടലങ്ങ് വിട്ടു. ഷൂ, തീർ നിശാനെ പർ നെയ് ലഗാ. ഒബ്വിയസ്ലി, ഉറപ്പായിട്ടും. അപ്പോൾ അമ്പ് ആ ഒരു എയിമിൽ പോയിട്ട് തട്ടിയില്ല. ബൽക്കി വ തോ ബീച്ച് മേ ഹി കഹി ഗിർ ഗയാ. അതിൻ്റെ മിഡിൽ തന്നെ ഏതോ ഒരു സ്ഥലത്ത് അത് പോയി വീണുപോയി. ഹാ 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 ഹാ, സബി ദോസ്ത് ഹസ്നെ ലഗാ. എല്ലാവർക്കും ചിരി വന്നു അല്ലേ? ഇത്രയും കള്ളം വിടുന്ന് പറഞ്ഞിട്ട് ഇപ്പം കള്ളി വെളിച്ചത്തായില്ലേ? നസ്രുദ്ദീൻ ശരിക്കും നാണം കെട്ട് പോയിട്ടുണ്ടാവും. ക്യാ യഹി തുമാരാ ബെഹ്തരീൻ നിശാന ഥാ, ഉന്നോനെ കഹാ. ഓ, ഇതായിരുന്നോ നീ നേരത്തെ പറഞ്ഞ് സൂപ്പർ എയിം എന്നൊക്കെ പറഞ്ഞത്, ഇതായിരുന്നോ എന്ന് ഫ്രണ്ട്സ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നെഹി നെഹി, ഹർഗിസ് നെഹി, ഒരിക്കലും അല്ല. ये तो काजी का निशाना था, मैं तो तुम्हें दिखा रहा था कि काजी कैसे निशाना लगाता है.
പെട്ടെന്ന് നസറുദ്ദീൻ എന്താ പറഞ്ഞത്? അല്ലല്ല, ഇത് എൻ്റെ എയിമൊന്നുമല്ല, ഇത് കാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ കല്യാണ വീട്ടിലൊക്കെ പോയി കല്യാണം ഉറപ്പിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമായിരിക്കും ഒരു കാസി. അപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഇത് എൻ്റെ എയിമൊന്നുമല്ല, ഈ കാസിയുടെ എയിമാണ്. എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമായിരുന്നു കാസി എങ്ങനെയാണ് അമ്പെയ്യുന്നതെന്ന്. इतना कहते हुए नसरुद्दीन ने दोबारा धनुष उड़ाया, डोर खींची, निशाना साधा और तीर को छोड़ दिया. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും അമ്പും വില്ലും കയ്യിലെടുത്തിട്ട് നന്നായിട്ട് വലിച്ച് എയിമിലേക്ക് വിട്ടു. ഷൂ, इस बार तीर पहले वाले तीर से तो थोड़ा आगे गिरा, पर निशाना फिर भी चूक गया. ഈ പ്രാവശ്യം നേരത്തെ അമ്പ് വീണ സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ടാണ് അമ്പ് വീണത്. പക്ഷെ ഇപ്രാവശ്യവും ലക്ഷ്യത്തിൽ എത്തിയില്ല. ദോസ്തോനെ കഹാ, യേ തോ ജറൂർ തുമാരാ ഹി നിശാന ഥാ നസറുദ്ദീൻ. അപ്പം ഇത് ഉറപ്പായിട്ടും നിന്റെ എയിം തന്നെയായിരുന്നു അല്ലേ? ബിൽക്കുൽ നഹി, നസറുദ്ദീനെ കഹാ. ഉറപ്പായിട്ടും അല്ല. യേ മേരാ നഹി, ഇത് എൻ്റെതായിരുന്നില്ല. സേനാപതി കാ നിശാന ഥാ. അടുത്തത് ആരുടെ പേരായിട്ടത്? സേനാപതി, രാജാവിൻ്റെ സേനാപതി. ഏക് ദോസ്ത് നെ താനാ കസാ, സൂചി മേ അബ് അഗ്ല കോൻ ഹേ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കാര്യം മനസ്സിലായി, ഇയാൾ ഓരോ പ്രാവശ്യവും ശരിയാവാത്തതുകൊണ്ട് അവിടെ കിടന്നുരുണ്ട് ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിക്കുക, ഓക്കെ, ഇനി ലിസ്റ്റിൽ അടുത്തതാരാ? ഇനി അടുത്ത ആരുടെ നിശാനയെ കാണിക്കാൻ പോകുന്നത്? इतना सुनते ही सबने जमाकर ठहाका लगाया. ഇത് കേട്ടതും ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നസറുദ്ദീൻ ഖാമോഷ് രഹ. നസറുദ്ദീൻ ഒന്നും മിണ്ടിയില്ല, ക്വയറ്റായിട്ടിരുന്നു. ഉസ്നെ ചുപ് ചാപ്പ് ഏക് ഓർ തീർ ഉഠായ. അയാൾ ഒരു അമ്പും കൂടി എടുത്തു. നസറുദ്ദീനെ ഏക് ബാർ ഫിർ തീർ ചലായ. ഒരു പ്രാവശ്യം കൂടി അമ്പും വില്ലും എടുത്ത് എയിം ചെയ്തിട്ട് ഒറ്റ വിടൽ വിട്ടു. ഷൂ, ഇസ് ബാർ തീർ ടീക് നിശാനെ പർ ലഗ് ഗയാ. ഇപ്രാവശ്യം എന്ത് ചെയ്തു? കറക്റ്റായിട്ട് നിശാനേൻ്റെ മുകളിൽ തന്നെ, അടയാളത്തിൻ്റെ മുകളിൽ തന്നെ പോയി പതിച്ചു. അവരുടെ അടയാളം ഇതായിരിക്കും അല്ലേ? എന്ത് സാധനത്തിൻ്റെ മുകളിൽ ഒരു ആപ്പിൾ വെച്ചിട്ട് ആ ആപ്പിളിൻ്റെ മുകളിൽ കൊള്ളിക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ. सभी आश्चर्य से नसरुद्दीन की ओर मुंह बाए ताकने लगे. എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവരിതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവർ അത്ഭുതത്തോടെ നസറുദ്ദീൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി. इससे पहले कि कोई कुछ कह पाता, नसरुद्दीन ने एक विजेता के अंदाज में कहा. ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നസറുദ്ദീൻ എന്ത് ചെയ്തു? ഒരു വിജയെ പോലെ അങ്ങോട്ട് പറഞ്ഞു. ദേഖാ തുമ്നെ, നിങ്ങളൊക്കെ കണ്ടോ? യഥാ മേരാ നിശാന, ഇതായിരുന്നു എൻ്റെ ഒറിജിനൽ എയിം. സ്റ്റോറി ഇവിടെ കഴിയാണ്. അപ്പോൾ നസറുദ്ദീൻ അത് ഒറിജിനലി എയിം ചെയ്തിട്ട്, അല്ലെങ്കിൽ നസറുദ്ദീന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെ ആയിരുന്നോ അത് സംഭവിച്ചത്? അല്ല അല്ലേ? മൂന്നാമത്തെ പ്രാവശ്യം അബദ്ധത്തിൽ അവിടെ കൊണ്ടതാണ്. പക്ഷെ നസറുദ്ദീൻ പെട്ടെന്ന് ആ സിറ്റുവേഷന് നേരെയാക്കി എടുത്തിട്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഇതാണ് എൻ്റെ. നല്ല ഫണ്ണി സ്റ്റോറി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ബൈ.